നമ്മളുടെ ലൈഫിൽ സക്സസ് ആകണമെങ്കിൽ സ്റ്റോറീസിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. ഞാൻ വർഗീസ് തരകൻ. ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് സ്വാഗതം. കഥകളാണ് മനുഷ്യനെ പരുവപ്പെടുത്തുകയും കഥകളാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഊർജം പകരണമെങ്കിൽ, ഇന്ധനം പകരണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സ്റ്റോറി ഉണ്ടാവും. പോസിറ്റീവാണ് ഈ സ്റ്റോറി എങ്കിൽ അത് നിങ്ങളുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ലൈഫ് മുന്നോട്ട് പോവുകയും ചെയ്യും. ഇനിയും ഈ സ്റ്റോറി നെഗറ്റീവാണെങ്കിൽ ഇത് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അത് നെഗറ്റീവായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇലോൺ മസ്കിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സ്പേസ് എക്സിൻ്റെ ഇലോൺ മസ്ക്, ടെസ്ലയുടെ ഇലോൺ മസ്ക്, ലോകത്ത് അത്ഭുതങ്ങൾ കാണിക്കുന്ന ബിസിനസ്സുകാരൻ. ഇലോൺ മസ്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവരുടെ സ്കൂളിൽ ഒരു എക്സിബിഷൻ നടന്നു. ഈ എക്സിബിഷനിൽ ഇലോൺ മസ്ക് അവതരിപ്പിച്ച ഒരു ഡെസ്ക് എന്ന് പറയുന്നത് ചൊവ്വ ഗ്രഹത്തിലേക്ക്, മാർസിലേക്ക് എങ്ങനെ ആളുകളെ കൊണ്ടുപോകാൻ പറ്റും, അത് വെച്ചിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള എക്സ്പെരിമെൻ്റ് ഉണ്ടാക്കി ആ സ്കൂളിൽ അദ്ദേഹം പ്രസൻറ്റ് ചെയ്ത് അതിന് അദ്ദേഹത്തിന് പ്രൈസ് കിട്ടുകയും ഒരു നല്ല തുക ഡോളറായി പ്രൈസ് കിട്ടുകയും ചെയ്തു. അതേ ഇലോൺ മസ്ക് തന്നെയാണ് ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ചൊവ്വയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ദൗത്യത്തിൽ ഏർപ്പെടുത്തുന്നത്. അതാണ് സ്പേസ് എക്സ് എന്ന് പറയുന്നത്. നമ്മളുടെ കഥകൾ നമ്മുടെ ലൈഫിനെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നും അത് എങ്ങനെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇത് എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധിയുടെ സ്റ്റോറി അറിയാം. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിലെ ലോയറായി ജോലി ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നത്. അവിടെ അദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്ത കുറേ കാര്യങ്ങളാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ലീഡ് ചെയ്യുന്നതിന് അദ്ദേഹത്തിന് പ്രചോദനമായത് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം കഥകൾ നമ്മളെ മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും അതനുസരിച്ച് അത് മുന്നോട്ട് പോകാനുള്ള എനർജിയും റിസോഴ്സസും അതുവഴി നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം നമ്മുടെ ലൈഫിന് ഈ കഥകൾ നെഗറ്റീവായും ഇമ്പാക്റ്റ് ചെയ്യും. നെഗറ്റീവായി ഇമ്പാക്റ്റ് ചെയ്യുന്ന കഥകളെ എഡിറ്റ് ചെയ്ത് അതിനെ പോസിറ്റീവാക്കി മാറ്റുക. അതായത് നിങ്ങൾക്ക് പോസിറ്റീവ് ഫീല് കിട്ടുന്ന, എനർജി കിട്ടുന്ന കഥകളെ വീണ്ടും വീണ്ടും ഓർത്ത് അതിലെ സക്സസ് വീണ്ടും വീണ്ടും ഓർത്ത് ഇമോഷണലി അത് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിനെ അത് ഓവർറൈഡ് ചെയ്യുകയും നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പം കഥകൾ മനുഷ്യനെ മാറ്റുകയും കഥകൾ മനുഷ്യനെ നയിക്കുകയും ചെയ്യും. ഇതേ കഥകൾ തന്നെ മനുഷ്യനെ നശിപ്പിക്കുകയും ചെയ്യും. മദ്യപനും മഴക്കാളിയുമായ ഒരു അച്ഛന് 2 ആൺകുട്ടികളുണ്ടായിരുന്നു. മൂത്ത മകൻ മദ്യപിച്ച് വീട്ടിൽ വന്ന് അമ്മയോട് വഴക്കിടുന്നത് മൂലം മദ്യത്തെ വെറുത്ത് അവൻ മിടുക്കനായി തീർന്നു. എന്നാൽ ഇളയ മകൻ ഇതേ അച്ഛൻ്റെ അഭ്യാസം കണ്ടിട്ട് അവൻ മദ്യപനായി മാറി എന്നുള്ളതാണ്. അതായത് കഥകൾ പലപ്പോഴും പല രീതിയിലാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒരാളെ അത് പോസിറ്റീവായി ഇൻഫ്ലുവൻസ് ചെയ്തപ്പം മറ്റൊരാളെ അത് നെഗറ്റീവായി ഇൻഫ്ലുവൻസ് ചെയ്തു. ഇപ്പം കഥകൾ മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ നെഗറ്റീവായിട്ടാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോഴെല്ലാം ഈ നെഗറ്റിവിറ്റി നിങ്ങളെ ഫോളോ ചെയ്യുമെന്നുള്ളതാണ്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ നെഗറ്റിവിറ്റിയെ പോസിറ്റിവിറ്റീവായി നമ്മൾ ഡൈവേർട്ട് ചെയ്ത് അതിൻ്റെ പോസിറ്റീവ് എനർജി നമ്മൾ ഉൾക്കൊണ്ട് അതിനെ ഇമോഷണലായി തിങ്ക് ചെയ്ത് അതിനെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുത്ത് അവിടെ നിങ്ങളുടെ ബ്രെയിനെ അത് ഓവർറൈഡ് ചെയ്ത് ബ്രെയിനിൽ കെമിക്കൽ സെഗ്രിഗേഷൻ ഉണ്ടാക്കി ഈ സെഗ്രിഗേഷൻ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും, പോസിറ്റിവിറ്റിയും എനർജിയും തരും എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ കഥകളുടെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ മനസ്സിലാക്കിയത്. നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റും പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണ് കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്